everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 51st lecture on Strategic Cost and Management Accounting. This lecture is based on Standard Costing and Variance Analysis, which is the third module in the subject Strategic Cost and Management Accounting for Semester 3 students of MCOM. In previous lecture, we were discussing about preliminaries to the establishment of standard costs, and in this lecture, we are going to discuss the balance portion under the head preliminaries to the establishment of standard costs and standard costing and inventory valuation. Preliminaries to the establishment of standard costs'il നമ്മൾ 4 steps ആണ് ഡിസ്കസ് ചെയ്തത്. They are establishment of cost centers, classification of accounts, types of standards and organization of standard costing. And fifth step ആയ developing or setting or establishment of standard cost ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And under the fifth step, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഓവർഹെഡ്സ് തുടങ്ങിയവ ഡിസ്കസ് ചെയ്തു. ആൻഡ് സ്റ്റാൻഡേർഡ് അവേഴ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡ് അവേഴ്സിൻ്റെ ബാലൻസ് പോർഷൻ നോക്കാം. സ്റ്റാൻഡേർഡ് അവർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ 1 അവറിൽ പെർഫോം ചെയ്യേണ്ട എമൗണ്ട് ഓഫ് വർക്കിനെ മെഷർ ചെയ്യുന്ന അവറാണ് സ്റ്റാൻഡേർഡ് അവർ. നമുക്ക് സ്റ്റാൻഡേർഡ് അവേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. If 100 units of product A can be produced in 10 hours and 200 units of product B can be produced in 25 hours. അതായത് പ്രോഡക്റ്റ് എയുടെ 100 യൂണിറ്റ്സ് 10 അവേഴ്സ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം ആൻഡ് പ്രോഡക്റ്റ് ബിയുടെ 200 യൂണിറ്റ്സ് 25 അവേഴ്സ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം എങ്കിൽ then a standard hour represents 10 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എ. 10 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എ ലഭിക്കുന്നത് ഇങ്ങനെയാണ്. 100 യൂണിറ്റ്സ് 10 അവേഴ്സ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ 100 യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ 10 അവേഴ്സ്, ദെൻ 10 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എ. ആൻഡ് ഇൻ കേസ് ഓഫ് പ്രോഡക്റ്റ് ബി, 8 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് ബി. 8 യൂണിറ്റ്സ് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. 200 യൂണിറ്റ്സ് ആണ് 25 അവേഴ്സ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ 200 യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ 25 അവേഴ്സ്, ദെൻ 8 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് ബി. ഓക്കെ. By using the standard hour, it is easy to calculate the volume of output for a period. Standard hour യൂസ് ചെയ്തുകൊണ്ട് ഒരു പീരീഡിലെ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. Thus, if budgeted hours for product A and for product B are 8,000 and 4,000 respectively. അതായത് പ്രോഡക്റ്റ് എയുടെ ബഡ്ജറ്റഡ് അവേഴ്സ് 8,000 ആണ് ആൻഡ് പ്രോഡക്റ്റ് ബിയുടേത് 4,000 ആണ്. ദെൻ ബഡ്ജറ്റഡ് ഔട്ട്പുട്ടിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. പ്രോഡക്റ്റ് എയുടെ കേസിൽ 8,000 അവേഴ്സ് ആണ് ബഡ്ജറ്റഡ് ആൻഡ് പ്രോഡക്റ്റ് എയുടെ കേസിൽ സ്റ്റാൻഡേർഡ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് 10 യൂണിറ്റ്സ് ആണ്. സോ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് ഓഫ് പ്രോഡക്റ്റ് എ എന്ന് പറയുന്നത് 8,000 ഇൻറ്റു 10, ദാറ്റ് ഈസ് 80,000 യൂണിറ്റ്സ്. ഓക്കെ. ദെൻ പ്രോഡക്റ്റ് ബിയുടെ കേസിൽ 4,000 അവേഴ്സ് ആണ് ബഡ്ജറ്റഡ് ആൻഡ് സ്റ്റാൻഡേർഡ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് 8 യൂണിറ്റ്സ് ആണ് പ്രോഡക്റ്റ് ബിയുടെ കേസിൽ. സോ ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് ഫോർ പ്രോഡക്റ്റ് ബി ഈസ് 4,000 ഇൻറ്റു 8, ദാറ്റ് ഈസ് 32,000 യൂണിറ്റ്സ്. ക്ലിയർ? നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത് ബഡ്ജറ്റഡ് ഔട്ട്പുട്ടാണ് ഫോർ പ്രോഡക്റ്റ് എ ആൻഡ് പ്രോഡക്റ്റ് ബി. ആൻഡ് സിമിലർലി ആക്ച്വൽ ഔട്ട്പുട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് അവേഴ്സ് ആസ് ഷോൺ ബിലോ. അതായത് സ്റ്റാൻഡേർഡ് അവേഴ്സിൻ്റെ ടേംസിൽ ഈ പറയുന്ന രീതിയിൽ ആക്ച്വൽ ഔട്ട്പുട്ടിനെയും എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ആക്ച്വൽ ഔട്ട്പുട്ടിനെ സ്റ്റാൻഡേർഡ് അവേഴ്സിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ. പ്രോഡക്റ്റ് ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്സ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ, പ്രൊഡക്ഷൻ ഇൻ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓർ സ്റ്റാൻഡേർഡ് അവേഴ്സ് പ്രൊഡ്യൂസ്ഡ്. പ്രോഡക്റ്റ് 2 പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, എയും ബിയും. എയുടെ ആക്ച്വൽ ഔട്ട്പുട്ട് 75,000 യൂണിറ്റ്സ് ആണ്, ബിയുടേത് 38,000 യൂണിറ്റ്സ്. ദെൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ എയുടെ കേസിൽ 10ഉം ബിയുടെ കേസിൽ 8ഉമാണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തിയതാണ്. ആക്ച്വൽ ഔട്ട്പുട്ടും സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവറും ഇവിടെ അവൈലബിൾ ആണ്. ദെൻ പ്രൊഡക്ഷൻ ഇൻ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓർ സ്റ്റാൻഡേർഡ് അവേഴ്സ് പ്രൊഡ്യൂസ്ഡ് കണ്ടെത്താനായിട്ട് ആക്ച്വൽ ഔട്ട്പുട്ടിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
പ്രോഡക്റ്റ് എയുടെ കേസിൽ ആക്ച്വൽ ഔട്ട്പുട്ട് 75,000 യൂണിറ്റ്സ് ആണ്. പ്രോഡക്റ്റ് എയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ 10 ആണ്. ദെൻ പ്രൊഡക്ഷൻ ഇൻ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓർ സ്റ്റാൻഡേർഡ് അവേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ പ്രോഡക്റ്റ് എ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആക്ച്വൽ ഔട്ട്പുട്ടായ 75,000 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ ആയ 10. ദെൻ പ്രൊഡക്ഷൻ ഇൻ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓർ സ്റ്റാൻഡേർഡ് അവേഴ്സ് പ്രൊഡ്യൂസ്ഡ് comes to 7,500. Clear? And ബിയുടെ കേസിൽ ആക്ച്വൽ ഔട്ട്പുട്ട് 38,000 ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ 8 ആണ്. ദെൻ പ്രൊഡക്ഷൻ ഇൻ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓർ സ്റ്റാൻഡേർഡ് അവേഴ്സ് പ്രൊഡ്യൂസ്ഡിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. ആക്ച്വൽ ഔട്ട്പുട്ടായ 38,000നെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് പെർ അവർ ആയ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ പ്രൊഡക്ഷൻ ഇൻ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓർ സ്റ്റാൻഡേർഡ് അവേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ പ്രോഡക്റ്റ് ബി കംസ് ടു 4,750. And the total of production in standard hours or standard hours produced for product A and B comes to 12,250. Clear? Preliminaries to the establishment of standard cost എന്ന ടോപ്പിക് ഇതോടുകൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. Then the next topic is standard costing and inventory valuation. Usually, inventory is valued in cost accounts on the basis of cost, in financial accounts on the basis of cost or market price, whichever is lower. Usually, inventory value ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ട്സിൽ കോസ്റ്റിൻ്റെ ബേസിസിലും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലോവർ. കോസ്റ്റ് പ്രൈസോ മാർക്കറ്റ് പ്രൈസോ ഇതിൽ ലോവർ ഏതാണോ അതിൻ്റെ ബേസിസിലാണ്. ഓക്കെ. If inventory is valued at cost, efficiency or inefficiency of one period will be transferred to the next period and will distort the unit cost of the next period. നമ്മളിപ്പോൾ പറഞ്ഞു കോസ്റ്റ് അക്കൗണ്ട്സിൽ കോസ്റ്റിൻ്റെ ബേസിസിലാണ് ഇൻവെൻട്രി വാല്യൂ ചെയ്യുന്നത്. ഇങ്ങനെ ഇൻവെൻട്രി കോസ്റ്റിന് വാല്യൂ ചെയ്യുമ്പോൾ ഒരു പീരീഡിലെ എഫിഷ്യൻസിയോ ഇൻഎഫിഷ്യൻസിയോ നെക്സ്റ്റ് പീരീഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും നെക്സ്റ്റ് പീരീഡിലെ യൂണിറ്റ് കോസ്റ്റ് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. A good principle is that efficiency or inefficiency of a period should not be passed on to the next period. It is desirable that inventory should not be valued at cost, rather it should be valued at normal cost known as standard cost. ഒരു പീരീഡിലെ എഫിഷ്യൻസിയോ ഇൻഎഫിഷ്യൻസിയോ ഇറ്റ് ഷുഡ് നോട്ട് ബി പാസ്ഡ് ഓൺ ടു ദ നെക്സ്റ്റ് പീരീഡ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഗുഡ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഒരു പീരീഡിലെ എഫിഷ്യൻസിയോ ഇൻഎഫിഷ്യൻസിയോ നെക്സ്റ്റ് പീരീഡിലേക്ക് പാസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇൻവെൻട്രി കോസ്റ്റിന് വാല്യൂ ചെയ്യാതെ അതിന് പകരം സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നറിയപ്പെടുന്ന നോർമൽ കോസ്റ്റിന് വാല്യൂ ചെയ്യുക എന്നതാണ് ഒരു ഡിസൈറബിൾ പ്രാക്ടീസ്. ഓക്കെ. എ കൺസേൺ ഫോളോയിങ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഷുഡ് വാല്യൂ ഇൻവെൻട്രി അറ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു കൺസേൺ അതിൻ്റെ ഇൻവെൻട്രി സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ തന്നെ വാല്യൂ ചെയ്യണം. Standard cost should be suitably amended in the light of variances not connected with efficiency or inefficiency. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ എഫിഷ്യൻസിയുമായോ ഇൻഎഫിഷ്യൻസിയുമായോ റിലേറ്റ് ചെയ്ത് വരാത്ത വേരിയൻസസിൻ്റെ ബേസിസിൽ സ്യൂട്ടബ്ലി അമെൻഡ് ചെയ്യുകയും വേണം. അതർവൈസ് കോസ്റ്റ് വിൽ ബി ലോവർ ഓർ എബവ് ദാൻ ദ നോർമൽ ലെവൽ ഓഫ് കോസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നോർമൽ പെർഫോമൻസ്. അതായത് ഈ പറഞ്ഞ വേരിയൻസസിൻ്റെ ബേസിസിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അമെൻഡ് ചെയ്തില്ല എങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നോർമൽ പെർഫോമൻസിൻ്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോർമൽ ലെവൽ ഓഫ് കോസ്റ്റിനേക്കാളും ഒന്നുകിൽ ലോവർ ആയിരിക്കും അല്ലെങ്കിൽ എബോവ് ആയിരിക്കും. ഓക്കെ. Hope you all understand about preliminaries to the establishment of standard costs and standard costing and inventory valuation. Thank you.